അങ്ങനെ ഇപ്രാവശ്യം മിഡു സൈഡ് സീറ്റ് പിടിച്ചിരിക്കുന്നു. ഓ അപ്പം ഞങ്ങളിത് ഫ്ലൈറ്റിൽ ഇറങ്ങുവാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇതേ കിടക്കണ ചേട്ടന്മാരെ. In the overhead bin above and small bags under the seat in front of you. Please take your seats and keep the aisle free for a quick departure. Thank you. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഫ്ലൈറ്റിൽ കയറി. പിന്നെ ഫ്ലൈറ്റ് കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടുന്ന് പറന്നു പോകും. ഞാൻ എക്സ്ട്രാ പൈസ കൊടുത്ത് വിൻഡോ സീറ്റൊക്കെ എടുത്തു. പക്ഷെ ഇവിടുന്ന് വിൻഡോയ്ക്ക് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. എന്താ പ്ലെയിനൊന്ന് ചൂടാവേണ്ടി വരും വെയിലത്തെ കൂടെ പോയിട്ട്. Please ensure your seat belt is fastened, tray table is closed, seat back is upright, and window shades are open. The cabin lights will be dimmed for takeoff and landing. Should you wish to read, please use the light in the panel above. Our Hello 6E magazine is available for your reading. हमारी XL seats शुल्क पर उपलब्ध है. कृपया विमान कर्मी दल से संपर्क करें. अपनी रसीद लेना ना भूलें और एक्स्ट्रा लेगरूम पर है. हमारे आज के वेडर्स कप्तान एलेक्स जॉर्ज और सह कप्तान रागेश नायर के साथ श्रेया, तनीषा, सोएता, एंजेला और मैं अपराजिता आपकी मुख्य कर्मदल हूँ. आपके लिए ब्रेल में एक सुरक्षा सूचना कार्ड और संचार गाइड उपलब्ध है. पावर बैंक्स और लिथियम बैटरीज गर्म होकर आग पकड़ सकते हैं. इन्हें अपने सामने रखें, ओवरहेड बिन्स में नहीं. इनका उपयोग या इन्हें चार्ज करना मना है. अगर कोई डिवाइस से धुआं निकले, गर्म हो जाए या उससे गंध आए तो तुरंत विमान कर्मी दल को बताएं. अगर आपकी सीट पर पावर आउटलेट हो तो अपने उपकरणों को उसी से चार्ज करें. धन्यवाद. Without crew authorization is prohibited and punishable. Wish that I could stay in this moment forever, so I can hold you in my arms. I will carry
അപ്പം അങ്ങനെ നമ്മളിത് ഹൈദരാബാദിൽ എത്തിയിരിക്കുന്നു. എന്തായാലും നേരൊക്കെ വെളുത്തു, 8 മണി കഴിഞ്ഞു. ആ അപ്പം ഇനി നമുക്ക് ഗോരഖ്പൂർക്കാണ് പോകേണ്ടത്. അപ്പം അടുത്ത ഫ്ലൈറ്റിലേക്ക് പോകണം. അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടക്കണം. ഈ സാധനം ഇങ്ങോട്ട് ഓടി വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് ഓടി പോവാണെങ്കിൽ അതിൽ കയറിന്ന് പോയിരുന്നു അല്ലേ? ആ അതന്നെ പറഞ്ഞ് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് കുറച്ച് പേരെ വിടായിരിക്കും. അപ്പോൾ ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി മുകളിലേക്ക് കയറി പോകാൻ പോകണം, അടുത്ത ഗേറ്റിൻ്റെ അവിടേക്ക്. ഞാൻ ഗ്രേസിന് സ്റ്റീവിനെ വിളിച്ചതാണ്. എന്താ പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, ഗ്രേസ് അന്വേഷിച്ചു, സ്റ്റീവ് അന്വേഷിച്ചില്ല. ഞാൻ വിചാരിച്ചു സ്റ്റീവ് ആയിരിക്കും അന്വേഷിക്കാന്ന്. എന്താണാവോ എൻ്റെ വാച്ച് തീയായിരുന്നത്, എൻ്റെ വാച്ചേ. അപ്പം അങ്ങനെ നമ്മൾ ഹൈദരാബാദ് വിമാനത്താവളത്തിലേക്ക് എത്തിയേക്കാണ്. For our food അല്ല, our normal food. But there is Burger King. We can go there. ഞാൻ പറഞ്ഞ ഇംഗ്ലീഷൊക്കെ മിടുവിന് മനസ്സിലാവണം. ആർട്ട് പീസ് അപ്പം ഞങ്ങൾ ബർഗർ കിങ്ങിൻ്റെ ഫുഡ് ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കിട്ടും. അവർ കൊണ്ടുവരാം അതോ നമ്മൾ പോയിട്ട്? എനിക്കറിയില്ല മേഡം, സത്യമായിട്ട് എനിക്കറിയില്ല. അവർ വിളിക്കായിരിക്കും. ആ അതേ വിളിച്ചു ഓടിച്ചല്ലോ. ഇതെന്താടി പാഴ്സലാണോ? പാഴ്സലല്ല, നമുക്ക് എടുത്തിട്ട് വരാൻ എളുപ്പത്തിന് ചെയ്യേണ്ടതായിരിക്കും. ആണോ? അങ്ങനെ നമുക്കറിയാം. നമ്മളെങ്ങനെ ഇത് കഴിക്കുക? അവിടെ പോവില്ലേ? നല്ല വ്യൂ ഉണ്ട് ഇവിടെ. അപ്പുറത്ത് പ്ലെയിനുകൾ ലാൻഡ് ചെയ്യുന്നു കൊണ്ടുവന്നു. ചെയർ കിടക്കണതാണ് കാണാത്തതാണ്. ഇതാണ് നമ്മുടെ ചിക്കൻ പീസ് ഇട്ടാ. കുഞ്ഞു കോഴിയെന്ന് തോന്നുന്നു. വലുതാവണേക്കാൾ മുമ്പ് അവർ പിടിച്ച് പൊരിച്ചെടുത്തു. ഉണ്ടോ കുഞ്ഞു കോഴികളോ? ബർഗർ കിങ് ശരിക്കും ബർഗറിൻ്റെ ആണല്ലോ. സൗദിയിൽ വെച്ച് കഴിച്ചിട്ടില്ലേ? സൂപ്പർ ബർഗറാണ്. ആ ബർഗർ പിന്നെ കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ കിട്ടണേ, വേറെ ബർഗർ കിങ്ങിൽ നമ്മൾ കയറിയിട്ടില്ല. ഓർക്കില്ല. ഹലോ ഞങ്ങൾ ഹൈദരാബാദ് എത്തി. ഇനി നമ്മൾ ഇവിടെ നിന്ന് യു പിയിലേക്ക് പോകാൻ പോണ ഫ്ലൈറ്റാണ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേര് വാദിപ്പാണ്, കണ്ടോ? ഒരെണ്ണം പിന്നാലെ ഉണ്ട്. അപ്പോൾ ഇവൻ വന്നിട്ട് വേണം, അതായത് 6C886 ഇൻഡിഗോ, എന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ അവന് നമ്മളുള്ളത് ഇവിടെ എയർപോർട്ടിൽ. അതിവിടെ 10:30 എത്തുള്ളൂ. അത് 10:30 വരുമ്പോഴാണ് നമ്മുടെ ബോർഡിങ് തുടങ്ങുള്ളൂ.
നമ്മളിവിടെയുള്ള ഹൈദരാബാദിൽ. ഓക്കെ, അപ്പോൾ നമ്മളിനിയും കുറേ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മളിവിടെയാണ് എയർപോർട്ടിലുള്ളത്. ആക്ച്വലി നമ്മൾ ബർഗർ കിങ്ങിന് കഴിച്ച ചിക്കൻ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ജ്യൂസി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടമായി. ജ്യൂസി അല്ല, എനിക്ക് ടേസ്റ്റ് ഇഷ്ടമായി. സൂപ്പറായിരുന്നു. അത്യാവശ്യം വിശപ്പൊക്കെ മാറി. പിന്നെ നമ്മളിനി ഇവിടെ നിന്ന് യു പിയിലേക്ക് പോകാൻ പോകുന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങോട്ട് വന്ന ഫ്ലൈറ്റ് 7 വർഷമാണ്ടൊക്കെ പഴക്കമുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പോകുന്നത് 1 ഇയർ, 1 വയസ്സ് പ്രായമുള്ള ഫ്ലൈറ്റിലാണ് പോകാൻ പോകുന്നത്. ചെറുപ്പക്കാരൻ നല്ലതായിരിക്കും. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സൈഡ് വിൻഡോ ആകെ മഞ്ഞ് മൂടി നിൽക്കായിരുന്നു. ഇപ്പം നല്ല സൂപ്പറായിരിക്കും ഇപ്രാവശ്യം പോകുന്നത് ഇതിൽ വിൻഡോ സീറ്റ് തന്നെ എടുക്കണം. ഞാനിരിക്കാം ഞാൻ എവിടെയെങ്കിലും ഇരിക്കും. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്നതും വിൻഡോ സീറ്റാണ് എടുത്തേക്കുന്നത്. പക്ഷേ ആക്ച്വലി എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻഡോ ക്ലീൻ അല്ല. ഇങ്ങോട്ട് വന്ന ഫ്ലൈറ്റിലാകെ ഞാൻ വെച്ചാൽ മഞ്ഞായിരിക്കും. പക്ഷെ മഞ്ഞ് പോയി കഴിഞ്ഞിട്ടും ആകെ ഒരു മൂടൽ പോലെയും എന്തോ പോലെയൊക്കെ നിൽക്കും. അതെ, നമ്മൾ വിൻഡോ സീറ്റ് എടുത്തത് മീൻസ് ആ ഒരു വ്യൂ കാണാനാണല്ലോ. ഉണ്ടാവും. യെസ്, അല്ല ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും അടുത്ത ഫ്ലൈറ്റ് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് കാണും. സെക്കൻഡ് എപ്പോഴും എത്തും. ഈ വിമാനങ്ങളെ നോക്കലും അതിൻ്റെ കാര്യങ്ങൾ അറിയുന്നത് ഇച്ചിരി ഇൻട്രസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അതാണ് എനിക്കൊരു പുച്ഛം. ശരിയാ, ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കാറുണ്ട്. അറിയില്ല, നോക്കാം. അപ്പോൾ ആക്ച്വലി ഇങ്ങോട്ട് വന്നപ്പോൾ ഫ്ലൈറ്റിൻ്റെ മുമ്പിലായിരുന്നു നമ്മൾ സീറ്റ് എടുത്തിട്ടുണ്ടായത്. 4 നമ്പർ 4B. അപ്പോൾ ചിറകിൻ്റെ മുൻവശത്തായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന എടുത്തേക്കുന്നത് 22 സീറ്റ് നമ്പർ എടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ചിറകിൻ്റെ പിന്നിലായിട്ടാണ് കണക്കാക്കി എടുത്തേക്കുന്നത്. ചിറകിൻ്റെ മുമ്പിൽ മുകളിൽ വരുമെന്ന് അറിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഫോൺ നമ്പർ അടിച്ചു കൊടുക്ക്. അപ്പം ഞങ്ങളൊരു ഹൈദരാബാദിൽ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് യാത്രയാവുകയാണ്. നേരെ ഉത്തർപ്രദേശിലല്ല, ഗോരഖ്പൂർ. ആക്ച്വലി ഉണ്ടല്ല, ഞാൻ നോർമൽ എൻ്റെ ബ്ലാക്ക് ചെരുപ്പിട്ടില്ല. എനിക്കതിട്ട് നടന്നു വരാനായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മൾ അന്നൊരു ദിവസം എവിടെ നിന്ന് മേടിച്ചത്? ഡെക്കാത്ലോണിൽ നിന്ന് ഒന്ന് ഷൂ ഒക്കെ ഇട്ട് നടക്കാമെന്ന് പറഞ്ഞ് ഞാനും വീട് കൂടി ഒരുമിച്ച് ഷൂ ഒക്കെ മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇന്നും വീട് ഷൂ ഇടുന്നാലും ഞാൻ ഷൂ ഇട്ടില്ലെങ്കിൽ അവൾ ഇടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലാണ് പിന്നെ ഞങ്ങൾ ഒരേപോലെ അയക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ എനിക്കൊരു സുഖമില്ലാന്ന്. എൻ്റെ ഒരു ചെരുപ്പിട്ട് നടക്കാൻ എനിക്കൊരു സുഖമാണെന്നറിയോ? എയർ ഇന്ത്യ എക്സ്പ്രസ് നമ്മുടെ ഇൻഡിഗോ ചേട്ടൻ കിടക്കുന്നു. കൊള്ളാലോ, നല്ലൊരു ലുക്ക് ഉണ്ടല്ല കാണാനായിട്ട്. ആകെ ഒരു ലുക്കുള്ള സ്ഥലം. കളഞ്ഞു. അപ്പം നമ്മൾ നേരെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കേട്ടോ. ആക്ച്വലി മിഡുവും വേറെ 2 പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ആണുങ്ങളാണ്. അങ്ങനെ ഇപ്രാവശ്യം മിഡു സൈഡ് സീറ്റ് പിടിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ചിറകായി പോയി ചേട്ടാ. കറക്റ്റ് ചിറകിന്റെ മുകളിലൊന്നുമില്ല. സൂപ്പർ. പക്ഷെ നല്ല രസം ഉണ്ടാവട്ടെ. ഇവിടെ മിഡു സൈഡിൽ എടുത്തോട്ടെ, ചിറകല്ലേ കാണുള്ളൂ. അപ്പൊ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? നമുക്ക് ഒരു 15-16 എടുക്കണം, അല്ലെങ്കിൽ ഒരു 29 ഒക്കെ ആയിട്ട് എടുക്കണം. എനിക്ക് ബാക്ക് അല്ല വേണ്ട. ബാക്ക് 22 ആണെങ്കിൽ
പക്ഷെ എല്ലാ ഫ്ലൈറ്റും സെയിം ആയിക്കണമെന്നില്ലല്ലോ. സൈസ് അനുസരിച്ച് സീറ്റ് അനുസരിച്ചായിരിക്കും. അവിടെ കിടക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിനെ തള്ളി നീക്കാൻ വണ്ടി എത്തിയിട്ടുണ്ട്. തള്ളി കൊണ്ടുപോകുമായിരിക്കും. അപ്പം അങ്ങനെ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിനോട് വിട പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ഗോരഖ്പൂർ എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മൾ കുറേ ബാക്കിലാണല്ലോ മേഡു, കണ്ടോ ദൂരം ബാക്കിലാന്ന് നോക്കി. എന്നിട്ടും ബാക്കായിട്ടില്ല, പകുതിയായിട്ടുള്ളൂ. वेपिंग और साथ लाई मदिरा पीना वर्जित है। इंडिगो की उड़ान का गलत इस्तेमाल और एग्जिट के साथ छेड़छाड़ करना एक दंडनीय अपराध है, क्योंकि ये विमान की सुरक्षा को प्रभावित करता है। आपके सहयोग के लिए धन्यवाद। आपकी सुरक्षा सबसे महत्वपूर्ण है और हम आपसे अनुरोध करते हैं कि आप हमारे साथ आपकी सुरक्षा का ख्याल रखें और इस प्रदर्शन पर ध्यान दें। आप अनुभवी यात्री एक सुरक्षा I will carry you on my shoulders as long as I'm able. Scare the monsters under your bed. Deep in
Namaskar, ladies and gentlemen, welcome you to Kharagpur. അപ്പം ഞങ്ങൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അളിയനും അവരൊക്കെ എയർപോർട്ടിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ.